നമ്മളെ വയനാട്ടിൽ പല ഐറ്റംസ് സാധനങ്ങൾ കിട്ടാണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഒരു ഹണി മ്യൂസിയം ഞാൻ കണ്ടതാണ് കേട്ടോ. 2 മാസമായിട്ടുള്ള ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ ഹണി മ്യൂസിയത്തിൽ എന്തൊക്കെ തരം തേനുകളാണ് ഇവിടെ ഉള്ളത്, എന്തൊക്കെയാണ് ഇവിടെ പ്രത്യേകതകളുള്ളത്. ഇപ്പോൾ ഉണ്ടെങ്കിൽ വലിയൊരു സെറ്റപ്പൊക്കെ ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഒന്ന് ഉള്ളിൽ കയറി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഞാനിപ്പോൾ കണ്ടത് ആകെ ചെറുതേനും വലുതേനും മാത്രമാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാകുന്നില്ല, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചറിയണം. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഇവരുടെ ഫാം വരുന്നത് കണ്ണൂർ ജില്ലയിലാണെന്ന് പറഞ്ഞത്. അതിൻ്റെ മെഷീനറി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. ഇതവിടെ പ്രവർത്തിക്കുന്നില്ല, ഇത് കാണിക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ് ഇവിടെ. ഈ ഒരു മെഷീൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവിടുന്ന് അവർ പറഞ്ഞു തരുന്നുണ്ട്. സാധാരണ രീതിയിൽ തേനെടുക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അടോലെടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കും, അതുപോലെ തന്നെ അതന്നെ അരിച്ചെടുക്കും. ഇതിൻ്റെ പുറകിൽ വലിയൊരു സെറ്റപ്പുള്ള മെഷീൻ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. വയനാട് പഴവൈത്തിരിയാണ് ഈ ഒരു ഹണി മ്യൂസിയം. റോഡ് സൈഡ് നിന്ന് തന്നെ നമുക്കിതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലോവർ ഓണായി, ആ ബ്ലോവർ നീ കറങ്ങുന്ന ഡിസ്കിലേക്ക് കാറ്റടിക്കുക ചെയ്യാം. ആ കാറ്റ് തട്ടുമ്പോഴാണ് ഇതിലുള്ള വാട്ടർ കണ്ടന്റ് നീരാവിയായി അവർ സിൽവർ കളർ പൈപ്പ് വലിച്ചെടുത്ത് പുറത്ത് കളയുക ചെയ്യാം. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ തേനിനെ കുറിച്ചും തേനീച്ചനെ കുറിച്ചൊക്കെ ഒരുപാട് ബോർഡുകൾ കാണാം. പിന്നെ ബ്ലോട്ടിങ് ഗ്യാസ്ട്രൈറ്റിസ് വയറിൻ്റെ പ്രശ്നം ഇൻഫെക്ഷൻസ് ഒക്കെ കഴിക്കുക. ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. മ്യൂസിയത്തിന് ഉള്ളിലേക്ക് കയറാൻ 20 രൂപ ടിക്കറ്റ് ആണെങ്കിലും നമുക്ക് ഇവിടുന്ന് തേനുകൾ സാമ്പിൾ നോക്കാൻ അവർ തരുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട തേനുകൾ നമുക്ക് സാമ്പിൾ ടീസ്പൂണിലാക്കിയിട്ട് കഴിച്ചു നോക്കാം. സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനമാണ്. നമ്മുടെ സ്ട്രെങ്ത് നല്ലപോലെ കൂടും, നമുക്ക് ഫാറ്റിക്ക് ക്ഷീണം ഉണ്ടാവില്ല. ഇത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ കാട്ടുതേനാണ്. കാട്ടുതേൻ ഉണ്ടാക്കുന്ന തേനീച്ച ഏറ്റവും വലുത് എൻ്റെ പേര് ആസിഫ്. അപ്പോൾ പേരെന്താ? ഞാനിപ്പോൾ നിലവിൽ ചെറുതേനും വലുതേനും മാത്രമേ കണ്ടിട്ടുള്ളൂ. തേൻ മൊത്തത്തിൽ ഔഷധ ഗുണങ്ങളുടെ സാധനമാണ്. ഇവിടെ ഇപ്പോൾ എത്രത്തോളം ഐറ്റംസ്? 16 ടൈപ്പ്. ഇതൊക്കെ പ്രൊഡക്ഷൻ നമുക്കിതിപ്പോൾ ഒരു ഖാദി ഇന്ത്യൻ്റെ കീഴിൽ വരുന്നത് ഖാദി ഇന്ത്യയാണ്. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് പറഞ്ഞാൽ ഒരു 10-30 വർഷമായിട്ട് തേൻ പ്രോസസ് ചെയ്യുന്നൊരു പ്ലാന്റ് ഉണ്ട് നമുക്കത്. ഈ കേരളത്തിൽ മാത്രമല്ല, വിദേശത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ തേൻ, ഇന്ത്യയിൽ എല്ലായിടത്തും ഏറ്റവും കൂടുതൽ തേൻ പ്രോസസ് ചെയ്ത് തേൻ എത്തിക്കുന്ന നമ്മുടെ പ്ലാന്റ് തന്നെയാണ്. തേനീച്ചകളുടെ എല്ലാ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മൾട്ടിഫോം ഹണികളാവുള്ളൂ. പക്ഷേ മോണോഫോം ഹണി പറഞ്ഞാൽ ആളുകൾ കൂടുതൽ ഇതുണ്ടാവില്ല, അറിവുണ്ടായിരുന്നു. പറ്റും എന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന തേനുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരേ പൂക്കളിൽ നിന്ന് എടുക്കുന്ന തേൻ തന്നെയാണ്. ഇപ്പോൾ ലോകത്തിൽ മാനിക് ഓഫ് ന്യൂസിലാൻഡ് മാനിക്കാനിക് എന്ന് പറഞ്ഞാൽ ഒറ്റ പൂക്കളിൽ നിന്ന് എടുക്കുന്നതാണ്. അതുപോലെയാണ് റോയൽ സിദർ ഹണി എന്ന് പറയുന്നത്. ഇത് സിദർ മരത്തിൻ്റെ പ്ലാന്റേഷൻ പൂക്കൾ സമയത്ത് മാത്രം എടുക്കുന്നതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള തേനുണ്ട്. അല്ലല്ലോ, നമുക്ക് ഇന്ത്യയിൽ ഇപ്പോൾ സിദർ ഹണി എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഹണി തന്നെ ശരിക്കും. നമ്മൾ ഗവൺമെൻറ് ഏറ്റവും ശ്രദ്ധയോടെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരേ ഒരു തേൻ മാത്രമേ ലോകത്തുള്ളൂ. അത് സിദർ ഹണിയാണ്. യമനാണ് ഉണ്ടാക്കുന്നത് ശരിക്കും. ഇതിപ്പം ഈ സിദർ പ്ലാന്റേഷൻ നമ്മൾ ഇന്ത്യയിൽ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീർ, അതുപോലെ രാജസ്ഥാൻ, പഞ്ചാബിലൊക്കെ ഇഷ്ടംപോലെ കാണാം. അപ്പോൾ ഗുജറാത്തിലുണ്ട്. നമുക്ക് സിദർ ഹണി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്നത് ഗുജറാത്ത് തന്നെയാണ്. പക്ഷേ ഇതാണ് ഒരു അറേബ്യൻ ഹണിയാണ് ശരിക്കും. ഇത് റോയൽ സിദർ ഹണി എന്ന് വെച്ചാൽ ഒരു മെഡിസിൻ പ്രോപ്പർട്ടി ഏറ്റവും കൂടുതൽ തന്നെയാണ് ശരിക്കും. ഇതിനെ ശരിക്കും ഒരു നാച്ചുറൽ കൊളാജൻ എൻഹാൻസർ എന്ന് പറയാം. ലൈഫ് ഫോഴ്സ് എനർജി നല്ലപോലെ എൻഹാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള തേനും സിദർ ഹണി തന്നെയാണ്. ഇതിലിപ്പോൾ എനിക്കിപ്പോൾ അതിന് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാന്നുണ്ടല്ലോ. വെയിറ്റ് ലോസ് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ അല്ലാണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല. ചിലർ 60% ആളുകൾക്ക് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ഇതുണ്ട്. വെച്ചാൽ നമുക്ക് തേനാണെങ്കിലും നമ്മൾ ഫുഡാണെങ്കിലും അത് കാർബോഹൈഡ്രേറ്റ് എനർജി തന്നെ നമുക്ക് തരുന്നു. ഇതൊരു സീറോ ഫാറ്റ് എനർജിയാണ്. ഇപ്പോൾ ഒരാൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ രാവിലെ എംറ്റി സ്റ്റൊമക്കിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല. ലൈക്ക് ചൂടുവെള്ളത്തിൽ തേൻ 2 സ്പൂൺ വെച്ച് കഴിച്ചാൽ നല്ല ആക്റ്റീവ് ആയിരിക്കണം. ഒരു 2-3 മണിക്കൂർ നേരത്തേക്കുള്ള പിന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് എനർജി തേൻ തരും. ആ സമയത്ത് നല്ല ആക്റ്റീവ് ആയിരിക്കും.
ഇത് എത്ര കഴിക്കണം? 2-3 സ്പൂൺ കഴിക്കാം. നല്ല ആക്റ്റീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 2-3 സ്പൂൺ കഴിയുന്നത് പ്രശ്നമില്ല. അല്ലാതെ 2 സ്പൂൺ കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നല്ല സ്പീഡിൽ നടക്കുക, അതുപോലെ സാധാരണ വർക്കൗട്ട് ചെയ്യാമെങ്കിൽ വെയിറ്റ് ലോസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വ്യായാമം ചെയ്യണം നമ്മൾ പിന്നെ സെഡൻറ്റ് ആവാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും വർക്കൗട്ട്, വർക്കുകൾ അല്ലെങ്കിൽ സാധാരണ ജോലികൾ എന്തെങ്കിലും ചെയ്താൽ മതി. അത് സാധാരണ ഇപ്പോൾ 1-2 മണിക്കൂർ എക്സസൈസ് ആണെങ്കിൽ എക്സസൈസ് നല്ല വർക്കൗട്ട് ചെയ്യുന്ന 1 മണിക്കൂർ മതി. 1 മണിക്കൂർ മതി. ഒന്നും കഴിക്കരുത്. എംപ്റ്റി സ്റ്റൊമക്കിലാണ് പോകുന്നത്. നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, എനർജിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാൻ ഒരു പ്രശ്നമില്ല. രാത്രി കഴിക്കാം. രാവിലത്തെ മാത്രം എന്ന് രാവിലെ കഴിക്കാം. നമ്മൾ ഈ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് മാത്രമേ വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ട് ഇതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ടിന്യൂ ആണ് ഏകദേശം എത്ര ടൈം എടുക്കും? ചില ആൾക്കാർക്ക് പെട്ടെന്ന് കുറയും, ചിലർക്ക് പെട്ടെന്ന് കുറയും. ഇപ്പോൾ 2 മാസം അത് കഴിച്ചിട്ട് 150 ഗ്രാം മാത്രം കുറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ അതൊരു പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. അത് ചിലവർക്ക് കണ്ടിന്യൂ ചെയ്താൽ മാറ്റാൻ പറ്റും. 150 ഗ്രാം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പെട്ടെന്ന് കഴിയും. ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ കണ്ട് മനസ്സിലാക്കുക. അത്രക്കും തേനുകളുണ്ട് ഇവിടെ. പല ടൈപ്പ്, പല പേരുകൾ, ഇതുവരെ കേൾക്കാത്ത പേരുകളൊക്കെ ഇന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക.